മഴതൊരു മുൻപിടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽസമ്മയുടെ ചേച്ചി സ്റ്റാൻലിയോട് ദേഷ്യപ്പെട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. വീട്ടിലെത്തിയ പാടെ എൽസമ്മയുടെ ചേച്ചി എല്ലാവരെയും അറിയിക്കുകയാണ്, നമ്മൾ കേട്ടതൊക്കെ സത്യമാണ്. സ്റ്റാൻലിയുടെ കൂടെ ഒരു പെണ്ണുണ്ട്, പക്ഷേ തീരെ ചെറിയ പെണ്ണാണ്. അവൻ്റെ മകളാകേണ്ട പ്രായം മാത്രമേ ആ പെണ്ണിനെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്നിട്ടും എന്തിനാണാവോ അവൻ ഇങ്ങനൊരു തെമ്മാടിത്തരം കാണിക്കുന്നത്? എത്രയും പെട്ടെന്ന് നമുക്ക് സമുദായക്കാരെയും പാർട്ടിക്കാരെയും അറിയിക്കണം. നമ്മൾ 2-3 പേര് പോയാലൊന്നും സ്റ്റാൻലിയെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല. ഇതേ സമയം അലീനയും നല്ല ടെൻഷനിലാണ് കേട്ടോ. നാളെ തീർച്ചയായും പപ്പയുടെ ഭാര്യയും കൂട്ടരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാനിങ്ങോട്ട് വരണ്ടായിരുന്നു എന്നൊക്കെ ഓർത്ത് അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാവുകയാണ്. ഇനി പപ്പയുടെ ജീവിതം ഞാൻ കാരണം തകരുമോ? ഓൾറെഡി തകർന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഇനി ഒന്നുകൂടി ഇവർ അകലുമോ എന്നൊക്കെ ഓർത്ത് അലീനയ്ക്ക് വല്ലാത്ത സങ്കടമായി. നാളെ ഇനി പപ്പ എന്തൊക്കെയാണോ വിളിച്ച് പറയാൻ പോകുന്നത്. അപ്പോഴാണ് ഔദക്കുട്ടിയും സ്റ്റാൻലിയും അലീനയുടെ അടുത്തേക്ക് വന്നത്. അവർക്കറിയാമായിരുന്നു അലീന നല്ല ടെൻഷനിലായിരിക്കുമെന്ന്. കണ്ടില്ലേ സ്റ്റാൻലി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അലീന നാളത്തെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, മോളെ അലീന, നീ ഇതൊന്നും ഓർത്ത് പേടിക്കുകയോ വിഷമിക്കുകയോ വേണ്ട. നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണമെന്നും എനിക്കറിയാം. നീ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. നാളെ ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ എങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. നിന്നെ ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തും. അതുകൊണ്ട് സുഖമായി കിടന്നുറങ്ങാൻ നോക്ക്. സ്റ്റാൻലി അത്രയൊക്കെ പറഞ്ഞപ്പോൾ അലീനയ്ക്ക് സമാധാനമാവുകയാണ് കേട്ടോ. എന്നെ സംരക്ഷിക്കാൻ എൻ്റെ സ്വന്തം പപ്പയുടെ 2 കരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ച് അലീന കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ സ്റ്റാൻലി പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുറ്റത്ത് കുറേ കാറുകൾ വന്നു നിന്നു. എൽസമ്മയും കുടുംബക്കാരും പാർട്ടിക്കാരുമൊക്കെയാണ്. എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അവരെ കണ്ടതും ഔദക്കുട്ടി ഓടിച്ചെന്ന് അലീനയോട് പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എൽസമ്മയും കൂട്ടരുമൊക്കെ എത്തിയിട്ടുണ്ട്. മോള് വാതിലടച്ച് ഉള്ളിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ വിളിക്കും മാത്രം വന്നാൽ മതി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തന്നെ പുറത്തിറങ്ങി വരരുത് കേട്ടോ. അലീനയുടെ മുഖം കണ്ടപ്പോൾ ഔദക്കുട്ടിക്ക് മനസ്സിലായി അവൾക്ക് വീണ്ടും ടെൻഷനും പേടിയും ഒക്കെ വന്നിരിക്കുകയാണെന്ന്. ഔദക്കുട്ടി പറഞ്ഞു, മോളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെ വല്യപ്പച്ചനും മോളുടെ പപ്പയും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം നമ്മൾ നോക്കിക്കോളാം. മോള് കഥ കടിച്ചിരുന്ന കേട്ടോ എന്ന് പറഞ്ഞ് ഔദക്കുട്ടി അവിടെ നിന്നും പോയി. ഔദക്കുട്ടി എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചിരുത്തി സ്റ്റാൻലിയെ വിളിക്കുവാൻ വേണ്ടി സെർവൻറ്റിനെ അകത്തേക്ക് അയച്ചു. സ്റ്റാൻലി വന്നപാടെ എൽസമ്മയുടെ മുഖത്തേക്ക് നോക്കി. എൽസമ്മയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര പുച്ഛഭാവമായിരുന്നു. അല്ലെങ്കിൽ തന്നെ എൽസമ്മയ്ക്കും കുടുംബക്കാർക്കും സ്റ്റാൻലിയെ ഒരു വിലയുമില്ല. ഇപ്പോൾ അവിഹിതം കൂടെ കണ്ടുപിടിച്ചതുകൊണ്ട് ഉള്ളതും കൂടെ പോയിരിക്കുകയാണ്. ആ ഒരു ഭാവമാണ് എല്ലാവരുടെയും മുഖത്ത്. വന്നവരോടെല്ലാവരോടും ചിരിച്ചുകൊണ്ട് സ്റ്റാൻലി ചോദിച്ചു, എന്താണ് എല്ലാവരും വന്നിരിക്കുന്നത്? കാര്യം പറയൂ. എൽസമ്മയുടെ സഹോദരൻ ചോദിച്ചു. സ്റ്റാൻലി, താൻ ഇവിടെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ, സത്യമാണോ അത്? അതെ, സത്യമാണ്. അത് സത്യമായതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും ഇപ്പോൾ വന്നിരിക്കുന്നത്. തനിക്ക് നാണമില്ലടോ ഈ വയസ്സാങ്കാലത്ത് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട. എന്ത് കണ്ടിട്ട് ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിക്കുന്നേ? എൻ്റെ പെങ്ങളോട് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കുടുംബത്തിനും സമുദായത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാം നാണക്കേടാണ് നിങ്ങളിങ്ങനെ പ്രവൃത്തി ചെയ്തതുകൊണ്ട്. എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ ഇവിടുന്ന് ഒഴിവാക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, എന്നെ ഭരിക്കാൻ ആരും വരേണ്ട. എൻ്റെ വീട്ടിൽ ആരൊക്കെ കൊണ്ട് താമസിപ്പിക്കണം, ആരൊക്കെ താമസിപ്പിക്കേണ്ട എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ കൂടെയല്ല താമസിക്കാറ്. അതുകൊണ്ട് തന്നെ അവർക്കിതൊന്നും ചോദ്യം ചെയ്യാനുള്ള അധികാരവുമില്ല. അവർ എൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. എത്രയോ നാളായി അവർ എന്നെ വിട്ട് താമസിക്കുന്നു. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട. പിന്നെ ഞാനിപ്പോൾ ഇവിടെ താമസിപ്പിക്കുന്ന പെണ്ണ് ആരാണെന്നല്ലേ നിങ്ങൾക്കറിയണ്ടേ? ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ. സ്റ്റാൻലി ഔദക്കുട്ടിക്ക് നേരെ തിരിഞ്ഞ്, അപ്പ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ഔദക്കുട്ടി നേരെ ചെന്ന് അലീനയും കൂട്ടി വന്നു. അലീന വന്നതും എല്ലാവരും അലീനെ തന്നെ തുറച്ച് നോക്കിയാണ് കേട്ടോ. സ്റ്റാൻലി അലീനയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇവളാണ് നിങ്ങൾ പറഞ്ഞ പെൺകുട്ടി. ഇവളുടെ പേര് അലീന. ഇവൾ എൻ്റെ മകളാണ്. മകളോ? എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും പരസ്പരം മുഖത്തേക്ക് നോക്കിയാണ്. എൽസമ്മയാണെങ്കിൽ അലീനയുടെ മുഖത്തേക്ക് തന്നെ തറച്ച് നോക്കിയാണ്. എൽസമ്മയ്ക്ക് എവിടെയോ കണ്ടു മറന്നതുപോലെ. മറ്റാരുമല്ല, സ്റ്റാൻലിയുടെ അമ്മ. മകളോ? മനസ്സിലായില്ല? എൽസമ്മയുടെ സഹോദരൻ ചോദിച്ചു. മനസ്സിലാക്കി തരാം, സ്റ്റാൻലി പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഞാനന്ന് എൽസമ്മയെ കണ്ടിട്ട് പോലുമില്ല. ആ സമയത്ത് ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു. അവൾ എന്നെയും. ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു. അവളിൽ എനിക്ക് ജനിച്ച കുഞ്ഞാണ് ഇപ്പോൾ വളർന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്കും അറിയില്ലായിരുന്നു ഇവളന്ന് മരിച്ചുപോയി എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത് എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അനാഥാലയത്തിലാണ് ഇത്രയും കാലം എൻ്റെ മകൾ വളർന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അത് ശരി, ഇനിയിപ്പോൾ എൽസമ്മയും മക്കളും എന്ത് ചെയ്യണമെന്ന് കൂടി പറ. പുതിയ അവകാശിയൊക്കെ ആയല്ലോ.
എൽസമ്മയും മക്കളും ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ ഇനിയും ജീവിക്കും. അവരെൻ്റെ കൂടി ആയിരുന്നില്ലല്ലോ. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി എത്തിക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ പോകും. ഇനിയിപ്പോൾ എൻ്റെ ആദ്യത്തെ മകൾ വന്നതുകൊണ്ട് അതിലൊന്നും ഒരു മുടക്കവും വരാൻ പോകുന്നില്ല. അപ്പോൾ സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എൽസമ്മയുടെ സഹോദരൻ ചോദിച്ചു കേട്ടോ. സ്വത്തിൻ്റെ കാര്യങ്ങളോ? അതൊക്കെ ഇപ്പോൾ തീരുമാനിക്കാനായിട്ടില്ലെന്ന് സ്റ്റാൻലി പറഞ്ഞു. അതൊന്നും പറ്റില്ല സ്റ്റാൻലി, ഇപ്പോൾ തന്നെ സ്വത്തിൻ്റെ കാര്യം തീരുമാനിക്കണം. ഇത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ച് തന്നെ തീരുമാനിക്കണം. സ്റ്റാൻലിയുടെ മക്കൾക്കും ഭാര്യയ്ക്കും സ്വത്ത് വീതം വെച്ച് ഇപ്പോൾ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കയറി വന്ന മകൾക്ക് എല്ലാ സ്വത്തുക്കളും സ്റ്റാൻലി എഴുതി കൊടുക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഇനിയിപ്പോൾ ഇന്ന് മകൾ വന്നു, നാളെ ഇനി ഇവളുടെ അമ്മ വരും, അല്ലെങ്കിൽ വേറെ മക്കൾ വരും. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എൽസമ്മയും മക്കളും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അങ്ങനെയൊന്നും ആരും കരുതണ്ട. എനിക്കൊരു മകൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. അവളുടെ അമ്മ ഏതായാലും വരാനും പോകുന്നില്ല. പിന്നെ സ്വത്തിൻ്റെ കാര്യം, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സ്വത്ത് ആർക്കൊക്കെ എങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിലൊന്നും ആരും ഇടപെടാൻ വേണ്ടി വരണ്ട. ഞാൻ ഇത്രയും നേരം എല്ലാവരോടും മര്യാദയിൽ സംസാരിച്ചതിൻ്റെ കാരണം എൻ്റെ ഭാഗത്തും വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണമായിരുന്നു. ഇനിയിപ്പോൾ സ്വത്തിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് എല്ലാവരും ബഹളമുണ്ടാക്കാനാണ് പ്ലാനിങ് എങ്കിൽ എൻ്റെ മര്യാദ പോകുമേ. നിങ്ങളുടെ എല്ലാവരുടെയും സംശയം തീർന്നല്ലോ. അലീന ആരാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും ഇനി ഇവിടുന്ന് പിരിഞ്ഞു പോവാം. ഇനി ഇതിൻ്റെ പേരിൽ ആരും ഒരു പ്രശ്നവുമാക്കി ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരാവശ്യവുമില്ല. ഈ സ്റ്റാൻലി ആരാണെന്ന് എല്ലാവരും കാണിച്ചു തരും. എനിക്കിനി എൽസമ്മയോട് മാത്രമേ എന്തെങ്കിലും പറയുവാനുള്ളൂ. എൽസമ്മ, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. അത് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചു പോയി. നിന്നോട് തുറന്നു പറയാതെ എന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇപ്പോൾ നിന്നോട് ഞാൻ സോറി പറയുന്നു. ഞാൻ ചെയ്ത തെറ്റ് ഇനി എനിക്ക് തിരുത്താനും കഴിയില്ല. അതിലൊരു മകളുണ്ടായത് ഒരു അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നു. ഇനിയെങ്കിലും ഞാൻ അവളെ സംരക്ഷിക്കണ്ടേ? അതുകൊണ്ട് ഇതിലെന്നെ എതിർക്കരുത്. എനിക്ക് പറ്റിപ്പോയ തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് എൻ്റെ മകൾക്കാണ്. ഇനിയും ഞാൻ അവളെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ പാപമായി പോകും എൽസമ്മ. നീയെങ്കിലും എന്നെ മനസ്സിലാക്കണം. എൽസമ്മ സ്റ്റാൻലിക്ക് ഒരു മറുപടിയും കൊടുക്കാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി കേട്ടോ. എന്നാൽ എൽസമ്മയുടെ സഹോദരനും സഹോദരിക്കൊക്കെ സ്റ്റാൻലിയെ കൊല്ലാനുള്ള ദേഷ്യമാണ് വന്നത്. സ്റ്റാൻലിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അവരും എൽസമ്മയുടെ കൂടെ ഇറങ്ങിപ്പോയി. ഔതക്കുട്ടി അലീനയുടെ റൂമിലേക്ക് ചെന്നപ്പോൾ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മോളെന്തിനാ കരയുന്നേ? ആരും മോളെ വിഷമിപ്പിച്ചില്ലല്ലോ. അതല്ല വല്യപ്പച്ച, എനിക്ക് ഒരുപാട് സന്തോഷം കൊണ്ടായി ഞാൻ കരയുന്നത്. എൻ്റെ പപ്പ എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞില്ലേ എൻ്റെ മകളാണ് ഇവളെന്ന്. അതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ടത്? ഇനി ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നിൻ്റെ പപ്പ ആരാണെന്ന്? അവന് നിന്നോട് നല്ല സ്നേഹമുണ്ട്. പക്ഷെ അവൻ അതൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല. അവനിങ്ങനെ ഒരു പരുക്കനായിപ്പോയി. അവനെ പരുക്കനാക്കിയത് അവൻ്റെ ജീവിത സാഹചര്യങ്ങളാണ്. അതേ വല്യപ്പച്ച, എനിക്ക് മനസ്സിലായി. ആ മനസ്സ് നിറയെ സ്നേഹമാണ് എന്നോട്. പക്ഷേ എനിക്ക് മറ്റൊരു സങ്കടം കൂടിയുണ്ട് വല്യപ്പച്ച. പപ്പയുടെ ജീവിതം ഇങ്ങനെയാകാൻ പാടില്ല. പപ്പയുടെ ഭാര്യയും മക്കളും എല്ലാവരും പപ്പയുടെ അടുത്ത് തന്നെ വേണം. നമുക്കവരെ ഒന്നിപ്പിക്കണ്ടേ വല്യപ്പച്ച? എൻ്റെ മോളെ, അത്ര വലിയ സാഹസത്തിനൊന്നും പോവല്ലേ. അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. മോൾ അതിലൊന്നും ഇടപെടുകയേ വേണ്ട. ഇനി അവരെ ഒന്നിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ വല്യപ്പച്ച. എൻ്റെ മനസ്സ് പറയുന്നു എനിക്ക് അവരെ ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന്.